മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഞാൻ ജ്യോത്സ്യൻ വിജയം കിട്ടും. അതായത് മെയ് മാസത്തിൽ കർക്കിടക രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ തന്നെ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും കൂടി ചേരുന്ന കർക്കിടക കൂറുകാർക്ക് ചാരവസാനം തന്നെ പറയുകയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ കേതു, എട്ടാം ഭാവത്തിൽ ശനി, ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, രാഹു, 10 സൂര്യൻ, ശുക്രൻ, 11 വ്യാഴനാണ് ഉള്ളത്. വ്യാഴം അനുകൂലപരമായിട്ടുള്ള ഒന്നാം ദിനം അനുകൂലപരമായിട്ടുള്ള 11ാം ഭാവമായ ലാഭസ്ഥാനത്തിലേക്ക് വരുന്നതോടുകൂടി സൂര്യൻ ചാരവസാനം 8ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായതുകൊണ്ടും സൂര്യ ചാരവസാനം തന്നെ അനുകൂലപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് കർക്കിടക രാശിക്കാർക്കുള്ളത്. മുടങ്ങിപ്പോയ ഒരുപാട് കാര്യങ്ങളെല്ലാം തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖല മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്നതെല്ലാം കുറച്ചൊരു ഉത്സാഹത്തോടുകൂടി ഉണർന്നു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ധന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരപരമായിട്ട് വരുന്നതാണ് കാണുന്നത്. ചെയ്യുന്ന തൊഴിലിൽ വരുമാന വർധനവുണ്ടാവും. ചെയ്യുന്ന ബിസിനസ്സുകളിൽ ലാഭവിഹിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗൃഹസംബന്ധമായിട്ടുള്ളതും സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ആരംഭ പ്രവേശന സംബന്ധമായിട്ടും ഗൃഹപ്രവേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഉത്തമമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതകളും വൻകിട ലോണുകളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ സാങ്ഷനായിട്ട് വരുവാനുള്ള സാധ്യതകളും കിട്ടാനുള്ള ധനങ്ങളെല്ലാം കിട്ടുവാനുള്ളതും കടം കൊടുത്തതായിട്ടുള്ള വസ്തുക്കളെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതകളും വിദേശ സംബന്ധമായിട്ടുള്ള ജോലി കാര്യങ്ങളിലെല്ലാം വല്ല താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ താല്പര്യപ്രകാരം തന്നെ വിജയ സാധ്യത കൈവരിക്കുവാനും വിദേശ യാത്രയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സാധ്യതയും സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള മാറ്റങ്ങളും വിജയങ്ങളും കരസ്ഥമാക്കുവാനും എഴുത്തുകുത്ത് പരീക്ഷാദികളിലും എഴുത്തുകുത്ത് കലാപ്രവർത്തനങ്ങളിലും വിജയ സാധ്യത, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വിജയ ആഘോഷ സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറച്ചുണ്ടാവുകയാണെങ്കിലും അതിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. നിയമസംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അനുകൂലപരമായിട്ടുള്ള കാര്യസാധ്യതകൾ ഉണ്ടാവും. നിയമകാരകനായിട്ടുള്ള ചൊവ്വ തന്നെ 8ാം ഭാവത്തിൽ 9ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വ 9ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളെല്ലാം മാറി വരുവാനും ഭൂമിയെല്ലാം കച്ചവടങ്ങളാകാനുള്ള വഴികൾ തെളിഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഇനി വരാൻ പോകുന്ന ഈ മാസം മെയ് മാസം എന്ന് പറയുന്നത് വളരെ ഉചിതപരമായിട്ടൊരു മാസം തന്നെയാണ് കാണുന്നത്. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉത്സാഹപരമായിട്ടുള്ള നേട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് അലോപ്പതി അതായത് മെഡിസിൻ സംബന്ധമായിട്ട്, മരുന്ന് സംബന്ധമായിട്ട്, മെഡിക്കൽ പ്രവർത്തന സംബന്ധമായിട്ട്, മെഡിക്കൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതിനെപ്പറ്റി ജീവിക്കുന്നവരുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ അതിൽ പ്രവർത്തന സംബന്ധമായിട്ട് പ്രവൃത്തി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നഴ്സുമാരോ അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കെല്ലാം നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കണ്ട് സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. മിലിറ്ററി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സംബന്ധമായിട്ടോ അങ്ങനെയുള്ള ജോലികളെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് തലപ്പെട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ താല്പര്യം പ്രവർത്തിച്ചുകൊണ്ട് ലിസ്റ്റിൽ പേരുള്ളവർക്കെല്ലാം അത് വന്ന് പെടുവാനുള്ള സാധ്യത. സൂര്യൻ അതായത് ഗവൺമെൻറ് കാര്യങ്ങളായ സൂര്യൻ ചാരവസാനം 10ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് 11ാം ഭാവത്തിൽ വരുന്ന കാലഘട്ടങ്ങൾ കൂടി ആയ കാരണം കൊണ്ടാണ് ഈ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വേക്കൻസികളെല്ലാം ഉണ്ടെങ്കിൽ അതിലെല്ലാം കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. അതുകാരണം തന്നെ ഇവർക്ക് പ്രവൃത്തി സംബന്ധമായിട്ടുള്ള മേഖലയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ മന്ദതയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ആണെങ്കിലും സ്വർണ്ണാഭരണ മേഖലയിലും അതെല്ലാം ഒന്ന് ചൂട് പിടിച്ച് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടും IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണർവ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖല സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവന്ന് ചേരുവാനുള്ള സാധ്യതകളും ചിരകാലമായി ഓരോരോ വർക്കുകൾ ചെയ്തു വെച്ചിട്ട് അത് ഒന്നും നടക്കാതെ പോകുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സമയങ്ങൾ വന്നു ചേരുവാനുള്ളൊരു സമയം കൂടിയാണ്. അത് നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ സമയമായി എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ കർക്കിടക രാശിക്കാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അങ്ങനെയെല്ലാം അത് പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ വിജയ സാധ്യത വന്ന് കൈവരിക്കുവാനുള്ള സാധ്യത
എഴുത്ത്, കുത്ത്, കവിത, ലേഖനം, പരമ്പര, സ്ക്രിപ്റ്റ് റൈറ്റർമാർ, അങ്ങനെയുള്ള എല്ലാവിധ വർക്കുകൾ ചെയ്യുന്നവർക്കും അതെല്ലാം വിപണിയിൽ കൊണ്ടുവരുവാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് നല്ല ഒരു ഉത്സാഹപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നക്ഷത്രവശാലുള്ള ഓരോ പരിഹാരങ്ങൾ പറയുകയാണെങ്കിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യസൂക്തം ചെയ്യുന്നതും ശ്രീരാമനെങ്കിൽ തൊഴുതു വരുന്നതും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. പോയ നക്ഷത്രക്കാരാണെങ്കിൽ നീരാഞ്ജനം വഴിപാട് ശാസ്താക്ഷേത്രത്തിൽ നടത്തുക. ആയില്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ ആയില്യ പൂജ തന്നെ മാസം തോറും നടത്തി വരിക. നമസ്കാരം.